ചെറിയ കുട്ടികളുടെ മനസ്സ് വേദനിക്കാൻ നിസ്സാര കാരണം മതിയല്ലേ? മാതാപിതാക്കളൊന്ന് വഴക്കു പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറം വേദന സമ്മാനിക്കും. മക്കളെ വഴക്കു പറഞ്ഞും ശിക്ഷിച്ചുമൊക്കെ വളർത്തണം. എന്നാൽ അതോടൊപ്പം അവരെ ചേർത്തു നിർത്താനും കണ്ണീരൊപ്പാനും മറക്കരുത് കേട്ടോ. തിരുവനന്തപുരം നേമത്ത് 4ാം ക്ലാസ്സുകാരി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച സംഭവം ഞെട്ടലുളവാക്കുന്നതാണ്. അമ്മ വഴക്കു പറഞ്ഞതിനെ തുടർന്ന് കുട്ടി ജീവനൊടുക്കിയെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ നേമം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നേമം ശാന്തിവിള ശ്യാംലാൽ ലേഖ ദമ്പതികളുടെ മകളായ 9 വയസ്സുകാരിയെയാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടികൾ കളിക്കുന്നതിനിടയിൽ ഇളയ സഹോദരി വീണിരുന്നു. ഇതിന്റെ പേരിൽ അമ്മ മൂത്ത കുട്ടിയെ ശകാരിച്ചു. ശ്യാംലാലും ലേഖയും ആശുപത്രിയിൽ പോകാൻ ഇറങ്ങുമ്പോഴായിരുന്നു ഇത്. തങ്ങൾ തിരികെ എത്തുന്നതുവരെ ബഹളമുണ്ടാക്കരുതെന്ന് താക്കീത് നൽകിയിരുന്നു. ദമ്പതിമാർ ആശുപത്രിയിൽ പോയി മടങ്ങിയെത്തിയപ്പോഴാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കുട്ടിയെ കണ്ടെത്തുന്നത്. വഴക്കു പറഞ്ഞതിലുള്ള മനോവിഷമത്തെ തുടർന്ന് കുട്ടി ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വീടിനുള്ളിലെ ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നേമം ഗവൺമെന്റ് സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ശാന്തിവിള ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും പരിശോധനാ ഫലങ്ങൾ ലഭിച്ചാൽ മാത്രമേ കൂടുതൽ വ്യക്തത വരൂവെന്നും നേമം പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 നെയ്യാറ്റിൻകര.